മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ ഇങ്ങനെ തൻ്റെ ഭാര്യ മഹാലക്ഷ്മിയെ തനിക്ക് കിട്ടിയതൊരു ഭാഗ്യമാണെന്നും അതുകൊണ്ട് എല്ലാ സ്വത്തുക്കളും ഞാൻ എഴുതി വെച്ചത് കൊണ്ടും അവളിന്ന് തന്നെ ഇട്ടേച്ച് പോയാൽ തനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് മഹാലക്ഷ്മി കാരണമാണ് എന്നെല്ലാം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കരുണ കണ്ണൻ്റെ കാലുകളിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. പക്ഷേ അത് മഹി കാണുകയാണ്. മഹി പെട്ടെന്ന് തന്നെ കണ്ണനെയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം കരുണ ദുർഗയോട് പറയുകയാണ്, അമ്മേ അങ്ങേരുടെ രണ്ട് കാലും ചലിച്ച പോലെ എനിക്ക് തോന്നി എന്നിങ്ങനെ പറയണം കേട്ടോ. അത് എനിക്കും തോന്നിയിരുന്നു മോളെ അന്ന് എന്നിങ്ങനെ പറയണേ. എന്തോ ഒരു പ്രശ്നമുണ്ട്, അങ്ങേരുടെ രണ്ട് കാലും ചലിക്കുന്നുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട് എന്നിങ്ങനെ പറയണം അവർ മൂന്ന് പേരും കൂടി കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി റൂമിൽ പോയതിന് ശേഷം കണ്ണനോട് പറയണം, കണ്ണേട്ട കരുണ മുഴുവൻ കണ്ണേട്ടൻ്റെ കാലിലേക്കാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ണേട്ടനെ അത് രഹസ്യമാക്കി വെക്കണം എന്നുള്ളത് പറഞ്ഞതല്ലേ, അത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടൻ്റെ ജീവന് തന്നെ ഭീഷണിയാണ്. അതും എനിക്ക് പേടിയാണ് കണ്ണേട്ട, അതുകൊണ്ട് കണ്ണേട്ടൻ ഇനി ശ്രദ്ധിക്കണം കേട്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് വൈദ്യരുടെ അടുത്തേക്ക് പോകണ കാര്യങ്ങളും എല്ലാം കൂടി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നീടും കണ്ണൻ വന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കരുണ വീണ്ടും കണ്ണൻ്റെ കാലുകളിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കണ്ണൻ്റെ കാലുകൾ ചലിക്കണില്ല, ഒരു കാലേ ചലിക്കുകയുള്ളൂ. അത് കണ്ടപ്പോൾ കരുണയ്ക്ക് സന്തോഷമാണ് കേട്ടോ. ദുർഗയോട് നിന്നിട്ട് പറയാണ്, എനിക്ക് തോന്നിയതാണ് അമ്മേ എന്നിങ്ങനെ പറയണം. എനിക്കും തോന്നിയത് തന്നെയാണ്, അവൻ എവിടെ മോളെ എഴുന്നേൽക്കാൻ പോണത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം സാഗർ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. മാർക്കോ പറഞ്ഞിട്ട് വൈദ്യരുടെ അവിടെ ഡ്രൈവർ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് സാഗർക്ക്. അവിടുത്തെ രോഗികളെ കൊണ്ടുവരാനും അവിടുത്തെ എല്ലാവരെയും കൊണ്ടുപോകാനും എല്ലാമായിട്ടാണ് ഡ്രൈവർ പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് സാഗറും മഞ്ജുവിനോട് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. സാഗറിനോട് മഞ്ജു പറയുന്നുണ്ട്, സൂക്ഷിക്കണം, ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ എന്നിങ്ങനെ മഞ്ജു വിഷമത്തോടു കൂടി സാഗറോട് പറയണം കേട്ടോ. അതേസമയം മാർക്കോ ലോപ്പസിനോട് പറയുന്നുണ്ട്, സാഗറെ മേഘനാഥം കൊല്ലും, അത് ഉറപ്പായ കാരണം കണ്ണൻ്റെ സ്വത്തുക്കൾ മാത്രമാണ് അവൻ്റെ മോഹം. അതിനുശേഷം മഞ്ജുനെയും കൊണ്ട് അവൻ പോവും, അതൊരിക്കലും ഇടവരാൻ പറ്റരുത്. ഞാൻ എന്തായാലും അവൻ്റെ പിന്നിലുണ്ട്. ഇനിയിപ്പോൾ അഥവാ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലോപ്പസ് നോക്കണം, അവൻ്റെ പിന്നിലൊരു ശ്രദ്ധ വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് ഞാനായി മാർക്കോ, അതിന് മാർക്കോ പേടിക്കണ്ട എന്നിങ്ങനെ പറയണം. അവൻ്റെ മേത്തൊരു മണ്ണ് വാരിയിടാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയും കണ്ണനും കൂടി വൈദ്യരുടെ എവിടേക്ക് പോവുകയാണ് കേട്ടോ. വൈദ്യരുടെ എവിടേക്ക് പോകുമ്പോൾ പെട്ടെന്നാണ് സാഗർ കാണുക കേട്ടോ. സാഗറിന് അറിയും വൈദ്യരുടെ എവിടേക്ക് അവർ വരുന്നത്, ഏതായാലും പെട്ടെന്ന് കാണുകയാണ് കേട്ടോ. അതേസമയം സാഗറെ പെട്ടെന്ന് കണ്ടതും തന്നെ ഓടി വരികയാണ് കേട്ടോ. സാഗർ കണ്ണൻ സാറേ പറഞ്ഞിട്ട് ഓടി വരികയാണ്. കണ്ടതും കണ്ണൻ അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. മഹാലക്ഷ്മിക്കും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് കണ്ണൻ സാറോട് ഇങ്ങനെ അവൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. അത് ചോദിക്കുമ്പോൾ കണ്ണൻ അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. നീ എൻ്റെ മുമ്പിലേക്ക് വന്നു പോകരുത്, ഇനി എൻ്റെ അഞ്ചെത്തി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് ചോദ്യം ചോദിക്കാനും ഞാനുമില്ല. പക്ഷേ നിന്നോട് ചോദിക്കാൻ ഒരാളുണ്ട്, മാർക്കോ, അവനാണ് നിൻ്റെ ഈ കല്യാണം നടത്തി തന്നത്, അതുകൊണ്ട് അവൻ നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്. അതിനുശേഷം അവർ വൈദ്യരെ കാണാൻ പോവുകയാണ് കേട്ടോ. സാഗറിനാകെ വിഷമമാകുകയാണ്. കണ്ണനിൽ നിന്നും ഇങ്ങനൊരു പെരുമാറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല സാഗർ. അത് കണ്ടപ്പോൾ സാഗറിനാകെ ഭയങ്കര വിഷമം തോന്നുകയാണ്.